അപ്പം ഞാൻ ചെറുപാഷ ചോദിക്കുകയാണ്, അപ്പോൾ ഇങ്ങനെ വന്നു, ഇപ്പോൾ പപ്പ നേരത്തെ പറഞ്ഞില്ലയോ, ഇങ്ങനെ ഒരു അച്ഛൻ്റെ അല്ലേ ഒരു വൈദിക പട്ടമാണ് ആഗ്രഹിച്ചതെന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ഈ സ്നാനത്തിലൊക്കെ വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടോ, പ്രബോധിപ്പിച്ചിട്ടുണ്ടോ, ഞാൻ ഇങ്ങനെ ആയിരുന്നു മോനെ, എനിക്ക് ഇതിനെക്കുറിച്ചൊരു ആഗ്രഹമെന്നോ അങ്ങനെ വല്ലതും പപ്പ പിന്നീട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ? കാരണം ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം എല്ലാം ഒരു ക്രൈസിസ് ആയിരുന്നു. എന്താ പറയുക, ഒരു ആശ്വാസത്തിന്റെ വാക്കോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തരാനായിട്ട് വേറെ ആരില്ല. അപ്പോഴത്തേക്കും പിതാവിനും എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ മനസ്സിലായതുപോലെ പിന്നെ എന്നെ ഈ ഒരു കാര്യത്തിന് പിതാവിനും മനസ്സിലായി അതിലും ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ് ഇവൻ ചെയ്യുന്നത്. രണ്ടാമത് ദൈവത്തിന്റെ ഒരു പദ്ധതിയിലൂടെയാണ് ഇപ്പോൾ മകൻ പോകുന്നതെന്നും പപ്പായ്ക്ക് മനസ്സിലായി. കാരണം ആ സ്നാനപ്പെടാനും അല്ലേ ആ ഒരു ട്രാക്കിലൂടെ വരാനായിട്ട് ജെറുപ്പാഷിന്റെ ഹൃദയം തുറന്ന ദൈവം ചാച്ചാന്റെ ഹൃദയം തുറന്നു. അപ്പൊ മനസ്സിലായി. പിന്നെ ആ ഒരു കുറ്റബോധം പിന്നില്ല. അതുപോലെ പാസ്റ്ററെ, എല്ലാം ദൈവത്തിന്റെ ഹിതപ്രകാരം ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ ഞങ്ങൾ അത്ര ക്ലോസ് ആയിരുന്നു സഭയായിട്ട്, ഈ ഓർത്തഡോക്സ് സഭയായിട്ട്. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ മാറി ഒരു കാര്യം എന്നെ ഓർക്കുവാണ്. ഞങ്ങളിങ്ങനെ ഞാനും എൻ്റെ ഒരു സഹോദരൻ പാസ്റ്റർ പ്രസാദ് ഞങ്ങളിങ്ങനെ പള്ളിയിൽ വന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുമല്ലോ. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, വിശുദ്ധനായ ഒരു മനുഷ്യൻ മീൻസ് പാസ്റ്റർ ഇങ്ങനെ ഈ കുപ്പായൊക്കെ ഇട്ട് ഇറങ്ങി വരുന്ന കാര്യം. ഇപ്പം ഞങ്ങളുടെ ധാരണയുടെ ഈ മോനെന്തോ പറ്റി എന്നൊരു ചിന്തയാണ് അപ്പോൾ. എന്നാലും മതമായി കയറിയുള്ള ദൈവത്തെ അറിഞ്ഞു. അപ്പോൾ ഈ പ്രത്യേകിച്ച് ആ സമയത്ത് പിള്ളേരൊന്നും പെട്ടെന്ന് അങ്ങനെ ധൈര്യം കാണിക്കത്തില്ല. എല്ലാം അറിയാമല്ലോ, ആഘോഷിങ്ങനെ ചാടി. അപ്പം അതെന്താന്ന് അന്ന് ഞങ്ങൾക്ക് ഒരു ചിന്താഗതി ഇങ്ങനെ വന്നാലും പിന്നീട് ഈ ഒരു മാറ്റങ്ങൾ കണ്ടപ്പോൾ ചിന്തിച്ചാടാ ഇത് എന്താ ചിന്താഗതി ഞങ്ങളിലും വന്നു. ഞാൻ ആദ്യമേ ഇറങ്ങി എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം കൂടെ കഴിഞ്ഞിട്ടാ പിതാവ് മാറുന്നു, പിതാവ് ഒക്കെ വരുന്നത്. അപ്പം ഞാൻ ആദ്യം മാറി. പിന്നെ അതിനുശേഷം എൻ്റെ പഠിത്തവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ അങ്ങ് ട്രിവാൻഡ്രത്തും ആലപ്പുഴയായിരുന്നു. ഞാനപ്പോൾ ചെങ്ങന്നൂരായിട്ടുള്ള ബന്ധം ഒത്തിരി ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്നെ കണ്ടില്ലെങ്കിലും അത്ര പ്രശ്നമില്ലായിരുന്നു. പക്ഷെ പിതാവും മാതാവും പിന്നെയും നിന്നു. പക്ഷെ സത്യം പറഞ്ഞ അവർ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ തിരുമേനി വിളിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. എല്ലാം നന്മയ്ക്കായി കൂടിയായിരിക്കും എന്ന് പറഞ്ഞ പോലെ ചിലരുണ്ടല്ലോ, ഇപ്പോൾ പാസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ സ്നാനപ്പെട്ടിട്ട് തിരിച്ചു പോകുന്നു, അവിടെ തന്നെ നിൽക്കുന്നു. അങ്ങനെ ഒരു കാര്യം ദൈവം കട്ട് ചെയ്ത പോലെ ഞങ്ങൾ മാറിക്കഴിഞ്ഞപ്പം തിരുമേനി അവിടെ കൽപ്പന വായിച്ചു, ഞങ്ങളെ മുടങ്ങിയത് തന്നെ. അത് ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയായിരുന്നു, അതല്ലേ? ഇല്ലെങ്കിൽ വേണം ഇടയ്ക്ക് എൻ്റെ പിതാവ് ഞങ്ങളെ കുടുംബം അത് വായിച്ചു കഴിഞ്ഞപ്പം വീണ്ടും പലർക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം മുടക്കാൻ തക്കവണ്ണം ഒരു കാരണമില്ല. ദൈവത്തെ അറിഞ്ഞു എന്ന് പറഞ്ഞ് ഒരു സഭ മുടക്കി എന്ന് പറഞ്ഞപ്പം അതിനകത്തുള്ള ചില ജെന്യുവനായിട്ടുള്ള ആളുകൾക്ക് ഒരു ചോദ്യത്തിന് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അത് ആ പറഞ്ഞവരൊക്കെ ഇന്ന് വിശ്വാസം വരികയും ചെയ്തു. അന്ന് ചോദിച്ചവര് ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയായിരുന്നു അത്. അതേസമയം നമ്മൾ അന്നും അങ്ങനെ ഒരു ആക്ഷൻ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അല്ലെ തിരിച്ചു പോകുന്നില്ല. പോലും നമുക്കൊരു ചിന്താഗതി അല്ലേ ഒരു വീണ്ടും ഒന്ന് റിവൈൻഡ് അല്ലെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു. കാരണം അന്നത്തെ സംബന്ധിച്ചുള്ള സഭയ്ക്കെതിരെ പ്രവർത്തിക്കുക ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നവരെ ആ സഭയിൽ മുടക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു കാര്യം ഒന്ന് വീട്ടിൽ പ്രാർത്ഥന നടക്കുന്നു അല്ലെങ്കിൽ ദൈവവചനം പഠിക്കുന്നു, ആ ഒരു കാരണം കൊണ്ടും ഇല്ലെങ്കിൽ സത്യത്തിനെ അനുസരിച്ചു എന്നുള്ള കാരണം കൊണ്ട് മുടക്കുക എന്ന് സഭയിൽ നിന്ന് മുടക്കി എന്ന് പറയുമ്പോൾ അത് ഇച്ചിരിയെങ്കിലും ഒരു ഇന്റഗ്രിറ്റി ഉള്ള ചിലർക്ക് ചോദ്യചിഹ്നമായി. എൻ്റെ ജീവിതത്തിൽ ഞാനും ആ സന്ദർഭത്തിൽ പോകുമ്പോഴും എന്നെ മുടക്കിയില്ല. എന്താണെന്നറിയോ? എൻ്റെ പിതാവ് അത് സമ്മതിച്ചില്ല. കാരണം ഈ ഒടുവ് വരെ പ്രതീക്ഷിച്ച് ഞാൻ മടങ്ങി ചെല്ലും. കാരണം വേദപുസ്തകത്തിൽ വചനം ഉണ്ടല്ലോ, കർത്താവ് ഈ വിത്തിന്റെ ഉപമ പറയും, വഴിയരികിൽ വീണത് പാറപ്പുറത്ത് വീണതിനെ കുറിച്ച് അറിയാമല്ലോ. വചന നിമിത്തം ഉപദ്രവവും ഞെരുക്കവും വന്നാൽ ക്ഷണത്തിലൊരു പിന്മാറുന്നു. അപ്പൊ ആ ഒരു തലത്തിലേക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ശരിക്കും നല്ല നിലത്ത് നട്ടതുകൊണ്ട് അതിൽ 30, 60, 100 ഫലം കായ്ക്കാൻ ഇടയായി. പക്ഷെ ഇപ്പൊ നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പൊ ആ ഒരു തലം കഴിഞ്ഞ് പിന്നീട് അങ്ങനെ ആയിരുന്നു. പിന്നീടുള്ള ആത്മീയ വളർച്ചയാണ് നമുക്ക് അറിയാമല്ലോ. സഭയോട് ചേർന്നു, പിന്നീട് ചെങ്ങന്നൂര് എൽഎഫ്സി ഡോക്ടർ അജിത്തുമായിട്ട് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് എങ്ങനെയാണ് പിന്നീടുള്ള മൂവ്മെന്റ്, എങ്ങനെ ശുശ്രൂഷയുടെ തലങ്ങൾ, പിന്നെ ജോലി ഉണ്ടായിരുന്നല്ലോ, അതേക്കുറിച്ചൊന്ന് പറയാമോ? ഇവിടെ പത്തനംതിട്ടയായിരുന്നു ഒടുവിൽ. അതെങ്ങനെയായിരുന്നു? അത് വിടാനുള്ള കാരണം എന്തായിരുന്നു? ഞാൻ ആക്ച്വലി എം ബി എ പഠിക്കാനായിട്ട് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോകേണ്ടി വന്നു. ഞാൻ ട്രിവാൻഡ്രത്തെ MBA പഠിക്കുമായിരുന്നു. ആ സമയത്ത് ഈ കൊല്ലം ചർച്ചുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു നമ്മൾ പൊക്കോണ്ടിരുന്നത്, സഭയായിട്ടുള്ള ബന്ധം. അപ്പം കൊല്ലം ചർച്ചിന് പാസ്റ്റർ ജെഫി വിനോദ് അവർ വിശ്വസ്തരായിട്ട് ഇവിടെ വന്ന് എല്ലാ ആഴ്ചയും വന്ന് ദൈവവചനം പഠിപ്പിക്കുമായിരുന്നു. ഇവിടെ ചെങ്ങന്നൂർ വന്ന ദൈവവചനം ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ മാറി വേർതിരിക്കപ്പെട്ടു. അവരോട് ദൈവവചനം പഠിപ്പിക്കുമായിരുന്നു. വിശ്വസ്തനായിട്ട് അവർ വന്ന് പഠിപ്പിക്കുമായിരുന്നു.
പക്ഷെ അവർ തന്നെ ഒരു സമയം അപ്പം നമ്മളിവിടെ വൈകുന്നേരം ഒരു ഫെലോഷിപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അച്ഛൻ്റെ തന്നെ ഈ ഫ്രണ്ടായിട്ടുള്ള വിജയ കുര്യൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ചെറിയൊരു കൂട്ടായ്മയായിട്ട് ഈവനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ കൊല്ലം ചർച്ച് ആയിരുന്നു, വൈകുന്നേരം അവിടെ വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു പകല, നിങ്ങൾ അത് നൈറ്റ് ആയിരുന്നില്ല? ഈവനിങ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നമ്മൾ രാവിലത്തേക്ക് മാറ്റി. ഡോക്ടർ വിജയ കുര്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കാലിക്കറ്റ് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുക, നാഷണൽ ഇപ്പോൾ NIT എന്ന് പറയുന്നത് അവിടെ പഠിപ്പിക്കുകയായിരുന്നു, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അവിടെ ഈ ഡോക്ടർ അജിത്ത് മെഡിസിൻ പഠിക്കുക കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS. ഫസ്റ്റ് അജിത്ത് അവിടെ പഠിക്കുന്ന സമയത്താണ്. അപ്പം ഈ വിജയ് കുര്യൻ അങ്കിൾ പറയുമായിരുന്നു, ചെങ്ങന്നൂർ ഇങ്ങനെ ഒരു സഭയുണ്ട്, ഫസ്റ്റ് അജിത്ത് അവിടെ പോകണം, കാണണം. അതാ മുഖാന്തരം. അപ്പം ഞാനിപ്പോൾ ഈ കൊല്ലത്തിന്റെ ലീഡർഷിപ്പിൽ ഈ ഒരു ഫെലോഷിപ്പ് നയിക്കുന്നു. ഈവനിങ് അത് ഇങ്ങനെ അതെ, ഫസ്റ്റ് അജിത്ത് ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് അവർ നോർത്ത് ഇന്ത്യയിൽ മിഷൻസിന് വേണ്ടി പോയി. അവർ തിരിച്ച് PG എടുക്കാനായിട്ട് MBBS കഴിഞ്ഞാൽ അവർ PG എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന സമയത്താണ് ഈ ഒരു ഫെലോഷിപ്പായിട്ട് അവർ കണക്ട് ആയത്. അപ്പം ഞങ്ങൾ പിന്നെ കണക്റ്റ് ആയി. കാരണം അവരിവിടെ എൻ്റെ അടുക്ക് ഡോക്ടർ അജിത്തിനെ കൊണ്ട് ഒരിക്കലേ ഞാൻ ആ വീടിൻ്റെ ഫ്രണ്ടിൽ ടെൻ്റൊക്കെ ഇട്ടൊന്ന് ആരാധിക്കുന്ന, അതായത് 2007 കാലഘട്ടത്തിൽ ഒരിക്കൽ ഡോക്ടർ അജിത്തിനെ കൊണ്ട് ജെറുപാഷ് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് ഞാനപ്പോൾ നമ്മുടെ ഉണർവിൽ ഇങ്ങനെ കത്തി നിൽക്കുന്നത്. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഷായി പാഷ എന്നൊക്കെ പറഞ്ഞ് അവിടെ കൊണ്ടുവന്ന് എനിക്ക് ആ സന്ദർഭമാണോ ആ കാലയളവ്? അതെ. അപ്പൊ ആ സമയത്ത് ഇവിടെ ഇതുപോലെ ദൈവം ഒരു ചർച്ച് എന്ന് പറഞ്ഞ പോലെ ദൈവം ഫോം ചെയ്യുമായിരുന്നു. അപ്പായിട്ട് ഇവിടെ വന്നു. അവര് വൈകുന്നേരങ്ങളിൽ ഇപ്പം വൈകുന്നേരത്താണ് കൊല്ലത്തുനിന്ന് വരുന്നത്. പക്ഷെ നമ്മളിങ്ങനെ പ്രാർത്ഥന തുടങ്ങി, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നു. അപ്പോൾ രാവിലെ ഇവന് കുറച്ച് പേര് വരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ പശ്ചാജിത്തെ അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നു. അങ്ങനെയാണ് ഇതൊരു ആ കൂട്ടായ്മയിൽ നിന്ന് ഒരു സഭയായിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ YWCയോട് മാറിയായിരുന്നു. ഇല്ല, നിങ്ങളുടെ ആ പഴയ ആ ബിൽഡിംഗ് ഞാൻ ഒരിക്കലും എന്നെ ഒരു ശുശ്രൂഷയ്ക്ക് വിളിച്ചാൽ ഞാൻ അവിടെ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്കൊരു മാറ്റം ഉണ്ടെന്ന്. പിന്നീടാന്ന് തോന്നുന്നു അങ്ങോട്ട് മാറി. അതെ. അപ്പം ഈ വിജയ കുര്യൻ സാറിന്റെ വീട്ടിലാണ് കൂടിക്കൊണ്ട് അത് ആ വീട്ടിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് മാറി. വീട്ടിൽ നിന്നാണ് YWCയിലേക്ക് മാറി. അത് പിന്നെ YWC നമ്മളിപ്പോൾ 15 വർഷത്തോളമായ 15-16 വർഷം. ഇപ്പൊ എന്തോ ചെയ്യുന്ന ശുശ്രൂഷകൾ? ഞാനപ്പോൾ MBA കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 2 ബാങ്കിൽ വർക്ക് ചെയ്തു. അതിനുശേഷം മലയാള മനോരമയിൽ ഞാൻ ജോലി ചെയ്യും. ജോലി പത്തനംതിട്ടയിലായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ജോലിയോടുള്ള ബന്ധത്തിൽ നമ്മുടെ പാർശ്വ ഫെലോഷിപ്പിലൊക്കെ വരുന്നതും. പിന്നെന്താ അത് ഉപേക്ഷിക്കാനുള്ള കാരണം? ഞാൻ ഏകദേശം 10 വർഷം മലയാള മനോരമയിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് ജോലി ചെയ്തു. ജോലി ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ എന്നിൽ ഒരു ദൈവത്തിൻ്റെ വിളിയുണ്ട് എന്നുള്ളൊരു കാര്യം എന്നിലുണ്ട്. അപ്പോൾ തന്നെ പാസ്റ്റാജിത്ത് പല സമയങ്ങളായിട്ടും മോനെ മേൽ ഒരു ദൈവത്തിൻ്റെ വിളിയുണ്ട് എന്നുള്ള കാര്യം സ്പിരിച്വൽ ഫാദർ എൻ്റെ ആത്മീയ പിതാവാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ എപ്പോഴും പറയുമായിരുന്നു, ദൈവത്തിന് മോനെ സമയമായി. അപ്പോൾ ഒരു 10 വർഷം ഞാൻ മലയാള മനോരമയിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എല്ലാ ബെനിഫിറ്റ്സും എല്ലാ കാര്യങ്ങളും എല്ലാ എംപ്ലോയീസിനെയൊക്കെ അതേപോലെ നോക്കി ചെയ്യുന്നതിനുള്ളൊരു ഇതാണ്. അവിടെ 72 കഴിഞ്ഞവരും ജോലി ചെയ്യുന്നവരുണ്ട് ഇപ്പോഴും. കാരണം അത്രയ്ക്ക് വളരെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. എൻ്റെ പിതാവ് അതറിയാവോ, അവിടെ വരച്ച മാമൻ മാപ്പിളയുടെയും വറീസ് മാപ്പിളയുടെയും എല്ലാം കോട്ടത്തിരിക്കുന്ന കയറിയിരിക്കുന്ന പടങ്ങളും എല്ലാം എൻ്റെ പിതാവ് മനോരമയുടെ ആർട്ടിസ്റ്റായിട്ടാണ് ഓർത്തഡോക്സ് സഭയിൽ മദർ തെരേസയുടെ എല്ലാം പടങ്ങൾ അന്നാ വരച്ചുകൊണ്ട്. അതുകൊണ്ട് മനോരമമായിട്ടൊരു ബന്ധം, പ്രത്യേകിച്ച് ചെറുപ്പകാലങ്ങളിൽ ദേവലോകത്തൊക്കെ പോകുമ്പോഴേ അങ്ങനെ മനോരമമായിട്ടൊരു ബന്ധമുണ്ട്. അങ്ങനെ 10 വർഷം അവിടെ ജോലി ചെയ്തു. ജോലി ചെയ്യുന്ന സമയത്ത് ഏകദേശം എനിക്ക് എൻ്റെ മേലൊരു ദൈവത്തിൻ്റെ വിളി. അപ്പം ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്തും ഞാൻ ഇങ്ങനെ 2-3 പേരെയൊക്കെ കാണാൻ പോകുമ്പോഴും ഞാൻ പറയും എൻ്റെ മേലൊരു ദൈവത്തിൻ്റെ വിളിയുണ്ട്, ഇന്നിപ്പോൾ ഒരു ജോലിയുണ്ട്, നാളെ ദൈവം എന്നോട് പറയുക പറഞ്ഞാൽ ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അതെ. അപ്പം കല്യാണത്തിന് ആ സമയത്ത് ജോലി ഉള്ളപ്പോൾ തന്നെ ഞാൻ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഞാൻ കാണുന്ന പെൺകുട്ടികളോട് പറയുന്ന എൻ്റെ മേൽ ഒരു ഇപ്പം ഇന്ന് ജോലിയുണ്ട്, നാളെ ദൈവം എന്നോട് ഉപേക്ഷിച്ച് ഞാൻ ദൈവത്തിൻ്റെ വേലയ്ക്ക് പോവുകയാണെങ്കിൽ എന്നോട് നിൽക്കാൻ പൂർണ്ണ സമ്മതമാണോ? കാരണം ഞാൻ കണ്ടിട്ടുണ്ട് പല കുടുംബങ്ങളിലും ദൈവം ഇങ്ങനെ ഈ ഒരു ശുശ്രൂഷകൾ പാളിപ്പോകുന്നത്, ഒരുമിച്ച് നിൽക്കാത്ത നേരത്തെ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതല്ലേ? അപ്പം അങ്ങനെ ചോദിച്ചിട്ടാണ് അങ്ങനെ അപ്പോൾ ആ സമയത്ത് എനിക്കൊരു ഉറപ്പുണ്ട് എന്നിൽ എന്തോ ഒരു ദൈവത്തിൻ്റെ വിളിയുണ്ട്. ഒരു 10 വർഷം ആയപ്പോഴത്തേക്ക് എന്നിൽ ആ ഒരു ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ വിളിയുടെ സമയമായി. അങ്ങനെ ഒരു 6 മാസം കൂടെ നിന്നിരുന്നെങ്കിൽ ഒരു PF-ന്റെ ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് PF തിരിച്ചു കിട്ടിയത്. അപ്പോൾ 10 വർഷം നമ്മൾ അങ്ങോട്ട് കൊടുത്ത പൈസയുടെ ഒരു കോൺട്രിബ്യൂട്ടറി PF 6 മാസം കൂടെ കൊടുത്തിരുന്നെങ്കിൽ കിട്ടിയേനെ. അതുവരെ പോലും വെയിറ്റ് ചെയ്തില്ല. ദൈവം പറഞ്ഞ് ടൈം എന്ന് പറഞ്ഞപ്പോൾ
അന്നേരം തന്നെ അല്ലേ? അതെ. അപ്പൊ അങ്ങനെ അപ്പൊ പിന്നെ പൂർണ്ണ സമയം കുറച്ചുകൂടി ഇവിടെ ശുശ്രൂഷകളിൽ ചുമല് കൊടുക്കാനും എനിക്ക് തോന്നുന്നു ഡോക്ടർ അജിത്ത് അവരുടെ കാര്യങ്ങളിലേക്കല്ലേ അവരൊക്കെ പോകുമ്പോഴും ഒക്കെ. പാസ്റ്റർ ആക്ച്വലി നമുക്കിപ്പോൾ ഇവിടെ 10 സ്റ്റേറ്റുകളിൽ നമുക്ക് വർക്കുകളുണ്ട്. ആ സമയത്ത് തന്നെ മാസത്തിൽ ഒരു പ്രാവശ്യം 2 ആഴ്ചയൊക്കെ ഇവിടുന്ന് മാറി നിൽക്കേണ്ടതായുള്ള അവസ്ഥകളുണ്ട്. അപ്പം ഇവിടെ ഒന്ന് നോക്കാനായിട്ട് ചർച്ചിട്ട് അങ്ങനെയുള്ള കാര്യം. പിന്നെ ഈ പാട്ടില്ലേ, എഴുതിയ പാട്ടാണ് ഞാൻ എൻ്റെ പ്രിയൻ, അത് ചെറുപ്പാശ എഴുതിയ പാട്ടല്ലേ, ദൈവം എനിക്ക് തന്ന പാട്ട്. അപ്പൊ അത് അങ്ങനെയുള്ള അതിലേക്ക് തിരിയാനുള്ള ഒരു കാരണം എന്തോ? അങ്ങനെ ഒരു പലപ്പോഴും ഞങ്ങൾ നമ്മുടെ പ്രത്യേകിച്ച് പാസ്റ്റർ ഫെലോഷിപ്പിലൊക്കെ ചെന്നാൽ ഇപ്പോൾ ഒരു പാസ്റ്റർ എന്നുള്ള ലെവലിൽ ഞങ്ങളൊക്കെ അവിടെ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഞാനും വർഷപ്പൊക്കെ ലീഡ് ചെയ്യുന്ന ആളാണ്. പക്ഷെ കൂടുതൽ ആ പാട്ടിലോട്ട് വർഷിപ്പ് ചെയ്യുന്നതും നല്ലൊരു പ്രസൻസ് ഇറങ്ങുന്നു. പാട്ടുകൾ ഇങ്ങനെ എത്ര സമയം വേണമെങ്കിലും മുമ്പോട്ട് കൊണ്ടുപോകാൻ മടിയില്ല. അതെന്താണ് അതിൻ്റെ ഒരു കാര്യം? ഞാൻ ആക്ച്വലി എൻ്റെ ഒരു ചതലം പറയുകയാണെങ്കിൽ ഞാൻ മധുവായിക്കത്തൊക്കെ നേരത്തെ കയറിക്കൊണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ സിസ്റ്റർ, എൻ്റെ ഓൺ സിസ്റ്റർ നല്ലപോലെ പാട്ട് പാടും. ഈ അന്ന് അച്ഛൻ വീട്ടിലിങ്ങനെ 3-4 ഇപ്പൊ കുടുംബ പ്രാർത്ഥന ആണെങ്കിൽ ഒരു 3-4 പാട്ട് പാടണം. നമ്മളെ സംബന്ധിച്ചോളം എങ്ങനെയും തീർത്തിട്ട്. പക്ഷെ അച്ഛൻ ഒരു 4 പാട്ടെങ്കിലും പാടിയില്ലെങ്കിൽ അന്ന് ക്രിസ്മസ് കരോളിന് വേണ്ടിയിട്ട് ഈ ഗായകരെ തിരഞ്ഞെടുക്കുന്ന ആളൊരു ഇതിനു വേണ്ടിയിട്ട് ദേവലോകത്തു നിന്നൊരു ചെമ്മാശൻ പാട്ടുകാരെ തിരഞ്ഞെടുക്കാൻ വന്നു. അപ്പൊ അതേ ഇങ്ങനെ ഓരോരുത്തരെ പാടിപ്പിക്കുക. അപ്പൊ ഞാനും അവിടെ പോയി നിൽക്കുക. പോയി നിന്നപ്പം പാടാൻ പറഞ്ഞു. ആ ഒരു ഏതാണ്ട് ഇത് പറഞ്ഞു, അത് പാടാൻ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കേട്ടപ്പോഴേ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ പാടാനായിട്ടുള്ള ഒരു കാര്യം എന്നിലില്ല. മീൻസ് കേട്ടോ, അങ്ങനെ ഒരു ഗിഫ്റ്റ് ഇല്ലാഞ്ഞിട്ട് ദൈവം തൊട്ടപ്പോഴല്ലേ സംഭവം. അതെ. ഇപ്പം പാസ്റ്റർ പാടുന്ന പാട്ടുകൾക്കൊക്കെ നല്ല നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യവും ഒത്തിരി ഒരു എന്താ ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതെ. മറ്റേ ആ പാട്ട് എഴുതി അതിന്റെ ഒരു വരിയോ 2 വരിയോ ഒന്ന് പാടാൻ അത് എഴുതാനുള്ളതായുള്ള കാരണം എന്ന് പറയുന്നത് ആ സമയത്ത് ഇത് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്ത വീഡിയോ ഏത് നമ്മുടെ LFC ഗ്ലോബൽ ഞാൻ എൻ്റെ പ്രിയൻ്റെതായുള്ള പാട്ട്. അപ്പം ആ ഒരു പാട്ട് എഴുതാനുള്ള കാരണം ഞാൻ എൻ്റെ ആ സമയത്ത് എൻ്റെ ഒരു എന്താ പറയുക ഒരു ഡിപ്രഷനിലേക്ക് ഞാൻ എന്തൊക്കെയോ ആളുകൾ ഞാൻ ആളുകളിലേക്ക് നോക്കാൻ തുടങ്ങി ചില കാര്യങ്ങൾ. അപ്പോൾ അവരെന്നെ നല്ലതാന്ന് പറഞ്ഞവർ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്തൊക്കെയോ കുറ്റങ്ങൾ പറയാൻ തുടങ്ങി. അതെന്നെ വളരെയധികം വിഷമിപ്പിച്ചു. അപ്പൊ ഞാൻ എന്നിലേക്ക് തന്നെ നോക്കി. ഞാൻ ഇച്ചിരി ഒരു വിഷമത്തിന്റെ ഒരു സ്ഥിതിയിലൂടെ ഞാൻ കടന്നുപോയി. ആ കടന്നുപോയ സമയത്ത് സോങ് ഓഫ് സോളമനിലെ ഞാൻ എൻ്റെ ഐ എം ഓഫ് മൈ ബിലവഡ് ആൻഡ് ഇസ് ഡിസയർ ഇസ് ടുവേർഡ്സ് മീ. ഞാൻ എൻ്റെ പ്രിയൻ്റെതാ, അവന്റെ ആഗ്രഹമോ എന്നോടാ. അപ്പം ആ ഒരു വാക്യം, നീ മനുഷ്യരെ അല്ല നോക്കേണ്ടത്, നീ ദൈവത്തിലേക്കാണ് നോക്കേണ്ടത്. അപ്പം ആ ഒരു കാര്യം വന്നപ്പോഴത്തേക്ക് അതാണ് ഞാൻ. അപ്പൊ ഈ വാക്യങ്ങൾ ഇപ്പൊ എനിക്ക് മാനസിക സംഘർഷം എന്തൊക്കെയോ എന്റെ ഉള്ളിലൂടെ പോകുന്നുണ്ട്. പക്ഷെ ഈ വാക്യം എന്റെ ജീവിതത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ പോലെ. അതെ. അപ്പം ചില പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായപ്പോഴത്തേക്കും ഇന്ന് നിങ്ങൾ ബ്രദർ നിങ്ങൾ പാടിയപ്പോ ഭയങ്കര സാന്നിധ്യമാണ്, അഭിഷേകമാണ് എന്ന് പറഞ്ഞവർ തന്നെ നിന്നിൽ ഭൂതം ഉണ്ടെന്നോ സംശയം ഉണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പോയപ്പോൾ ഇതൊക്കെ എന്നെ ഒരു മാനസിക സംഘർഷത്തിലേക്ക് കൊണ്ടുപോയി, അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോയി. അപ്പം ആ ഒരു സമയത്താണ് ഈ ഒരു പാട്ട് ഇങ്ങനെ ഈ വചനം, നീ മനുഷ്യരെ അല്ല നോക്കണ്ടത്, നീ എന്നെയാണ് നോക്കേണ്ടത്. നീ എന്റേതാ, ഞാനാ നിനക്ക് വില തന്നത്, നീ എന്റേതാ, എന്റെ ആഗ്രഹം, കർത്താവിന്റെ ആഗ്രഹം നിന്നോടാ. ഇതിങ്ങനെ പറയും. വേറൊരാൾ വർഷിപ്പ് ലീഡ് ചെയ്യുക, ഞാൻ എൻ്റെ ബാക്കിൽ നിൽക്കുമ്പോൾ എനിക്ക് ഈ ഒരു വരി വരികയാണ്, ഞാൻ എൻ്റെ പ്രിയൻ്റെതാ, അവന്റെ വാഞ്ചയോ എന്നോട്, എന്നുള്ളം നിന്നോട് പറ്റിയിരിക്കും. അത് സങ്കീർത്തനം 62-63 ഞാൻ ആ സമയങ്ങളിൽ ധ്യാനിച്ചതെല്ലാം പാട്ടായിട്ട് മാറുകയായിരുന്നു. അതാണ് ആ ഒരു പാട്ടിന്റെ. ഞാൻ എൻ്റെ പ്രിയൻ്റെതാ, അവൻ വാഞ്ചയോ എന്നോടാ, ഞാൻ എൻ്റെ പ്രിയൻ്റെതാ, അവൻ വാഞ്ചയോ എന്നോടാ, എന്നുള്ളം നിന്നോട് പറ്റിയിരിക്കും, എന്നുള്ളം മൗനമായി അങ്ങെ നോക്കിടും, എന്നുള്ളം നിന്നോട് പറ്റിയിരിക്കും, എന്നുള്ളം മൗനമായി അങ്ങെ നോക്കിടും, ഞാൻ എൻ്റെ പ്രിയൻ്റെതാ, അവൻ വാഞ്ചയോ എന്നോടാ,
ഞാൻ എൻ്റെ പ്രിയൻ്റെതാ, അവൻ വാഞ്ചയോ എന്നോടാ. നല്ലൊരു ടച്ചിങ് സോങ് ആയിരുന്നു. ഈയിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ടിനു പാസ്റ്ററിൻ്റെ ആണെന്നോ, അവിടെ ആരോ ഒരു വർഷിപ്പിന് ഇങ്ങനെ ഈ പാട്ട് പാടുന്നാട്ട് എനിക്ക് തോന്നുന്നു പാസ്റ്റർ നമ്മുടെ സജിമോൻ പാസ്റ്ററിൻ്റെ ആ മീറ്റിങ്ങിനാണെന്നോ കാകളത്തിൻ്റെ വർഷിപ്പ് ഇങ്ങനെ നമ്മുടെ അനിലടൂർ എല്ലാവരും കൂടെ പാടുന്നാട്ട് ഞാൻ കേട്ടു ഈ പാട്ട്. ആക്ച്വലി അപ്പം ഞാൻ എൻ്റെ സഭയിൽ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഈ പാടാനുള്ളൊരു ഇത് അപ്പം ഞാൻ വിചാരിക്കുന്നത് എനിക്ക് പാടാൻ പറ്റത്തില്ല, പാടാൻ സിസ്റ്റർ പാടും, ഞാൻ പാടാറില്ല. പക്ഷേ വർഷിപ്പിങ്ങനെ ഇങ്ങനെ ഈ നമ്മളായിരുന്ന ആ സഭയിൽ പിന്നെ വേറെ ആരും, അപ്പം അജിത്തും ദൈവം അവിടെ ഒരു ഗ്യാപ്പ് അല്ലേ നമുക്കൊരു ഫില്ല് ചെയ്യാനായിട്ടൊരു പ്ലേസ് തന്നു. അപ്പം ഇന്നപ്പം എനിക്ക് വളരെ നല്ലതുപോലെ അറിയാം ദൈവം തന്നൊരു ദാനമാണ് എനിക്ക് പാടാൻ. അന്നും അതുകൊണ്ടാണ് അത്രയും അതിന് മ്യൂസിക്കുമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ആരുമായിട്ട് ഒരു ബന്ധമില്ല, ഇല്ലെങ്കിൽ എന്താ പറയാ, ഇല്ലെങ്കിൽ കീബോർഡിൽ സ്കെയിൽ ചെയ്ത ഇതൊന്നും അറിയത്തില്ല. പക്ഷെ ദൈവം ഒരു ഇൻബോൺ ഒരു ഭയങ്കരമായിട്ടൊരു കാര്യം തന്നു. അപ്പോൾ തന്നെ ഒരാൾ ഞങ്ങളുടെ ചർച്ചിലൊരു സഹോദരൻ ആൽവിൻ തോമസ് എന്ന് പറഞ്ഞ ആളുടെ ഒരു പാട്ട്, ഞങ്ങളൊരു എറണാകുളത്ത് ഒരു മീറ്റിങ്ങിന് പോവുക, ഈ CD പുള്ളിയുടെ കാറിലിട്ട് പ്ലേ ചെയ്യും. അപ്പോൾ എന്തോ ഭയങ്കര സാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇത് ആരുടെ ഞാൻ ചോദിച്ചപ്പോൾ ഇന്ന ആളുടെയാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ആ തമിഴ്നാട്ടിലെ അവിടുന്ന് ആ പുള്ളിയുടെ സീഡുകളെല്ലാം മേടിച്ചിട്ട് ഞാനിപ്പോഴും ഓർക്കുന്നു പുള്ളിയുടെ ഒരു പാട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഞാനിങ്ങനെ 5 മണിക്കൂർ ഈ ഒരു പാട്ട് മാത്രം കേട്ടോണ്ടിരിക്കുക. 5 മണിക്കൂർ ഈ ഒരൊറ്റ പാട്ട് കേട്ടോണ്ടിരുന്ന സമയത്ത് എന്നിലേക്ക് ഒരു സാന്നിധ്യം ഇറങ്ങി വന്നു. അതാണ് എന്റെ ജീവിതത്തിനകത്ത് വർഷിപ്പുമായിട്ടുള്ള എൻകൗണ്ടർ എന്റെ ജീവിതത്തിൽ. അല്ല, അത് വണ്ടി വെച്ച് ഈ CD പരിചയപ്പെട്ടു. അതിനുശേഷം ഞാൻ തന്നെ ചെന്നൈയിൽ, കാരണം അന്ന് 5 മണിക്കൂർ കണ്ടിന്യൂ ഞാൻ വീട്ടിലിരുന്ന് കേട്ടു. ഒരു പാട്ട് തന്നെ വീണ്ടും കേട്ടപ്പോഴത്തേക്കും എന്നിലേക്ക് ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു. അതാണ് എന്റെ വർഷിപ്പുമായിട്ട് ഒരു എൻകൗണ്ടർ എന്റെ ജീവിതത്തിലുണ്ടായത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നും എനിക്കറിയാം പാടാനുള്ള കഴിവ് എനിക്കില്ല, പക്ഷെ ദൈവം തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റ്. കാരണം അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ ആരാധന ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ചെറുപ്പുറമേ അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം ഒരിക്കൽ ബെന്നീനെ അദ്ദേഹത്തിൻ്റെ ഒരു ക്രൂസൈഡിന് ഏറ്റവും അറിയപ്പെടുന്ന നല്ലൊരു പാട്ട് എനിക്ക് തോന്നുന്നു ഇതുണ്ടല്ലോ ദെൻ സിങ്സ്, ആ പാട്ടാണോ എന്നറിയത്തില്ല. ഈ ഒരു പാട്ട് ഒരു പ്രൊഫഷണൽ ആളും അത് പാടി. അപ്പോൾ ഇഷ്ടം ലക്ഷക്കണക്കിന് ആളുണ്ട്, അമേരിക്കയിലും കണ്ട ഒരു ക്രൂസൈഡിനാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ ജനങ്ങളൊന്നും കൈ ഉയർത്തി പോലും ഇല്ല. പുള്ളി സ്റ്റേജ് താർത്തിട്ട് പോയി. പക്ഷെ പുള്ളി പ്രൊഫഷണൽ അല്ലേ, ജനങ്ങളിൽ നിന്നുള്ള അത് വെൽക്കം ചെയ്തു. ഈ പാട്ട് തന്നെ എന്തോ ഡിലേ ആയപ്പോൾ ഒരു കുഞ്ഞ് വന്നൊരു പെൺകുച്ച് വന്ന് പാടാൻ നിന്നു. അപ്പം അല്പം കിണിങ്ങിയ ശബ്ദവും കുഞ്ഞിനെ മറ്റൊന്നുമില്ല, പക്ഷേ കോരി വലിക്കുന്ന പോലെ ജനം മുഴുവൻ എഴുന്നേറ്റ് വന്നു. പിന്നെ പറഞ്ഞ നമ്മുടെ ശബ്ദമോ നമ്മുടെ കഴിവോ പ്രാപ്തിയോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം. നിസ്സാരം നമ്മൾ പറയാം. ഇപ്പം ആശാ ഭോസ്ലി എന്ന് പറഞ്ഞ് മരിച്ചു, ലതാമങ്കേഷ്കറുടെ സിസ്റ്റർ മരിച്ചു പോയല്ലോ. അപ്പോൾ ആ പുള്ളിക്കാരത്ത് തന്നെ നമ്മുടെ വിശ്വാസമൊന്നും അല്ല, പക്ഷെ പുള്ളിക്കാരത്ത് പറഞ്ഞേക്കുന്നത് എൻ്റെ പാട്ടുകളിൽ എന്താണെന്ന് ചോദിച്ചാൽ ഒരു അപ്പോൾ അവരുടെ ഒരു വിശ്വാസം അനുസരിച്ച് പറയും ഒരു ആത്മാവ് അതിനകത്ത് എന്ന് പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവ്, അത് വേറെ അവരുടെ വിശ്വാസം. നമ്മുടെ ഇതിനകത്ത് ദൈവ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ടച്ച് ഉണ്ടെങ്കിൽ അതങ്ങ് അനുഗ്രഹമാകും അല്ലേ. ഓക്കെ, ഞാൻ ആ സമയക്കുറവുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പം സഭയുമായിട്ട് ചേർന്ന് പോകുന്നു പറഞ്ഞില്ലേ ഡോക്ടർ അജിത്തുമായിട്ട്, ഇപ്പം ഇനി മുമ്പോട്ടുള്ള വിഷൻ ദർശനം നിങ്ങളുടെ സഭയുടെ ദർശനത്തോട് അല്ല ഇൻഡിവിജ്വലായിട്ട് എന്തെങ്കിലും ദൈവം തന്നിരിക്കുന്ന ശബ്ദമുണ്ട്? അജിത്താണ് നമ്മുടെ എൻ്റെ ആത്മീയ പിതാവ്. അദ്ദേഹത്തിന് ദൈവം കൊടുത്ത, ഞാൻ ഈവൻ ജോലി റിസൈൻ ചെയ്യാനുള്ള കാരണം അദ്ദേഹത്തിന് ദൈവം കൊടുത്തൊരു ദർശനമാണ് 10 million souls. അല്ലെങ്കിൽ 1 million souls, 1 million soul, അതായത് 10 ലക്ഷം ആത്മാക്കൾ. അപ്പോൾ ഞാൻ അന്ന് മലയാള മനോരമയിൽ എക്സിബിഷനൊക്കെ നടത്തുന്നതാണ്. എക്സിബിഷനിൽ ഒരു സമയത്ത് ഒരു 10,000 പേര് കയറിയാൽ അവിടെ അതൊരു ഭയങ്കര ആളാണ്. ഈ 10,000 പേര് ഒരു സ്ഥലത്ത് കയറുമ്പോഴത്തേക്കും ഇത്ര ക്രൗഡാണെങ്കിൽ ഒരു 10 ലക്ഷം ആത്മാക്കൾ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഇതിന് ആൾക്കാർ വേണം. പറഞ്ഞ പോലെ തന്നെ ഹൃദയത്തിലേക്ക് ആ ദൈവം ആ ഒരു പാഷൻ തന്നു. ഒത്തിരി വേലയുണ്ട്, പക്ഷെ വേലക്കാരോ ചുരുക്കം. അപ്പോൾ അത് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. ഞാൻ ആ സമയത്ത് ഏത് മീറ്റിങ്ങിൽ പോയാലും ദൈവം ഇപ്പോൾ നിന്നെ വിളിക്കുക എന്നുള്ള രീതിയിൽ എന്നോട് ദൈവം സംസാരിക്കുന്ന പല രീതിയിൽ സംസാരിച്ചതാണ്
ഞാൻ ഇതിലേക്ക് ഇറങ്ങാനുള്ള കാരണം. അപ്പോൾ തന്നെ ചെങ്ങന്നൂരിനെ കുറിച്ച് ദൈവം എനിക്കൊരു ഭാരം തന്നിട്ടുണ്ട്. കാരണം 100 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ റോബർട്ട് എഫ് കുക്ക് എന്ന് പറഞ്ഞ കുക്ക് സാഹിബ് വന്ന ചർച്ച് ഓഫ് ഗോഡിലെ കുക്ക് സാഹിബ് വന്ന മണ്ണാണ് ചെങ്ങന്നൂർ. ഇവിടുന്നാണ് എല്ലാ ഉണർവുകളും ആരംഭങ്ങൾ. ഏത് സഭ ഇന്ന് സഭകൾ അല്ലെങ്കിൽ ഏത് പെന്തക്കോസ്റ്റൽ സഭയുടെ സ്ട്രീമുകൾ എടുത്താലും അതിന്റെ ഉറവ എന്ന് പറയുന്നത് ഈ ഒരു ബെൽറ്റിലാണ് ദൈവം ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ഈ ഉണർവിന്റെ കിണറുകൾ ദൈവം വീണ്ടും തുറക്കും. അത് ചിലത് മണ്ണിട്ട് മൂടിയിരിക്കുകയാണ്, മണ്ണിട്ട് മൂടി എന്ന് പറഞ്ഞ പോലെ ഇന്ന് ചെങ്ങന്നൂർ എന്നെ സംബന്ധിച്ചോളം എന്താണ് ഉണർവ്? അപ്പോസ്തല പ്രവർത്തികൾ അതേ. ഇപ്പം അന്ത്യോക്യയിൽ പൗലോസ് പ്രസംഗിച്ചു, മുഴുവൻ പട്ടണവും ദൈവവചനം കേൾക്കാൻ വന്നു. മുഴുവൻ പട്ടണവും അതാണ്. അപ്പം ഇന്ന് അത് സംഭവിക്കുന്നില്ല. ഇപ്പം നമ്മളൊരു ക്രൂസൈഡ് നടത്തിയാലും എത്ര പേര് 1000 പേര്. പക്ഷെ ദൈവവചനം പറയാൻ മുഴുവൻ പട്ടണവും ദൈവവചനം കേൾക്കാൻ. ഫിലിപ്പോസ് ശമരിയിൽ പ്രസംഗിക്കുമ്പോൾ അവിടെ വലിയൊരു സന്തോഷം, പട്ടണം സന്തോഷം, ദൈവ സന്തോഷം. ഇപ്പോൾ ഇതിലേക്ക് തിരികെ സഭ വരിക, അതാണ് ഉണർവ്. പത്രോസ് ഒരാളെ സൗഖ്യമാക്കി. ഷാരോൺ പട്ടണം മുഴുവൻ യേശുവിനെ വിശ്വസിച്ചു. പട്ടണം മുഴുവൻ യേശുവിനെ വിശ്വസിച്ചു, അല്ലെങ്കിൽ സൗഖ്യമായവർ വിശ്വസിച്ചെന്നല്ല. അപ്പോൾ അങ്ങനെയുള്ള ചില ദൈവിക പ്രവർത്തികളിലേക്ക് ദൈവം ഈ നാളുകളിൽ സഭയെ നടത്തുന്നു എന്നുള്ളതായുള്ള ഒരു ഭയങ്കര സ്വപ്നം എൻ്റെ ഹൃദയത്തിനകത്ത്. ചെങ്ങന്നൂർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വർഷങ്ങളായിട്ട് നമ്മൾ തുടങ്ങിയ പാസ്റ്റേഴ്സ് ഫെലോഷിപ്പ് ഇന്നും പോകുന്നു. ഇപ്പോൾ സന്തോഷത്തോടെ പറയാം, റിയലി അപ്രീഷിയേറ്റ് ചെയ്യുക. കാരണം ഇപ്പോൾ ഇതിൻ്റെ ചെങ്ങന്നൂർ ഫെലോഷിപ്പിൻ്റെ ഇപ്പം ഒരു ലീഡർഷിപ്പിൽ ചെറുപാസ്റ്റർ നിൽക്കുകയാണ്. നമ്മളിങ്ങനെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് മീറ്റിംഗ്സൊക്കെ. അതും ഒരു ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഒരു ഭാഗമായിട്ട് തന്നെ അല്ലേ? കാരണം ഇവിടെ നിന്നൊരു ഉണർവുണ്ട്, ചെങ്ങന്നൂർ ഒരു ഉണർവുണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മണ്ണ് ചെങ്ങന്നൂർ ദൈവദാസന്മാർ ആക്ച്വലി നിൽക്കത്തില്ല, ഇവിടെ വാഴത്തില്ല എന്ന് പറയുന്ന ചില ശക്തികളുടെ നടുവിൽ എത്രയോ ദേവദാസിമാർ കരഞ്ഞ് ഓടിയിട്ടുള്ള മണ്ണാണ് ചെങ്ങന്നൂർ. മടുത്തു പോകുന്ന രീതി. ഇവിടെ ഒന്നും എന്തുവാ അനുഗ്രഹിക്കപ്പെടത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് നമുക്കിപ്പോ മാറ്റങ്ങൾ തന്നെ അല്ലേ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ 15 വർഷമായിട്ട് ഈ ചെങ്ങന്നൂരിലെ ഇൻഡിപെൻഡന്റ് ആയുള്ള 10-15 പാസ്റ്റേഴ്സ്, ഇൻഡിപെൻഡന്റ് ചർച്ചസിലെ പാസ്റ്റർമാര് ഒരുമിച്ച് കൂടുക എന്ന് പറയുന്നത് തന്നെ ചെറിയ കാര്യമല്ല. അത് എല്ലായിടത്തും സഭകളുണ്ട്, പക്ഷെ സഭയിലുള്ള പാസ്റ്റർമാർ ഒരുമിച്ച് വരിക എന്ന് പറയുന്നത്, അപ്പൊ ഇതൊരു ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ചെങ്ങന്നൂർ വീണ്ടും ചെങ്ങന്നൂരുള്ളതായുള്ള പാസ്റ്റർമാരെല്ലാം ഒരുമിച്ച് വരുന്നു. നമ്മളെല്ലാം ഒരുമിച്ച് എല്ലാ മാസവും കൂടി വരുന്നു, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത് ദൈവം ചെയ്ത പ്രവൃത്തിയാണ്. അപ്പൊ പാസ്റ്റർ അജിത്ത് പറഞ്ഞ ആ ദർശനത്തോട് നമ്മുടെ ചെങ്ങന്നൂരിന്റെ ഉണർവുമായിട്ടൂടെ കണക്ട് ചെയ്താണ് പാസ്റ്റർ കാണുന്നത്. അതിനൊന്നിച്ചുള്ളൊരു വലിയൊരു എന്റെ ആത്മീയപിതാവിന് ഏറ്റവും കൂടുതൽ അദ്ദേഹം എടുത്തിരിക്കുന്ന എല്ലാം റിവൈവൽ സീരീസുകളാണ്. ഉണർവിനെ കുറിച്ചാണ് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു വീഡിയോസ് എടുക്കുന്നതല്ല. അദ്ദേഹം എപ്പോ പ്രസംഗിച്ചാലും ഇത് എന്തുവാ ചെങ്ങന്നൂരല്ല യേശുവിനൂർ എന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നത് അല്ലേ? അത് നമ്മുടെ ഒരു ഫാസ്റ്റിംഗ് പ്രയറിന്, നമ്മളൊരു ഉപവാസ പ്രാർത്ഥന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ഹൃദയത്തിൽ ദേവദാസന് കൊടുത്തൊരു കാര്യമാണ്. ഇനി ഇത് ചെങ്കന്റെ ഊരല്ല, ഇത് യേശുവിന്റെ ഊരെന്ന് പറയുന്നത്. ഓക്കെ ചെറുപാഷ, ഇപ്പം നമുക്കിങ്ങനെ കുറച്ച് ആത്മീയ കാര്യങ്ങൾ ഇനി ഞാൻ ചോദിക്കണം. കുടുംബ കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് കിടക്കുക. എങ്ങനെ വൈഫ് എവിടെ ജോലി എന്ന് പറഞ്ഞു? ക്രിസ്ത്യൻ കോളേജിൽ അവിടെ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. മക്കള് 2 പേരാണ്. മോന് ഇപ്പോൾ 12th എക്സാം എഴുതിയിട്ടിരിക്കുന്നു, മോള് 9th. എങ്ങനെയുണ്ട് വൈഫും കുഞ്ഞുങ്ങളും ഈ ആത്മീയതയിലുള്ള സപ്പോർട്ട് എങ്ങനെ? തീർച്ചയായിട്ടും ജോളിയാണ് എൻ്റെ വൈഫിന്റെ പേര്. ജോളി വളരെ സപ്പോർട്ടീവ് ആണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഈയിടെ തന്നെ VBSന്റെ കാര്യങ്ങൾ കണ്ടു. അദ്ദേഹം ആ താല്പര്യം എടുത്തേ. അപ്പം ജോളി വളരെ സപ്പോർട്ടീവ് ആണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കല്യാണം കഴിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ചോദ്യം ഇതായിരുന്നു, എനിക്കിപ്പോൾ ജോലിയുണ്ട്, നാളെ ദൈവം എന്നോട് പറയുക ജോലി വിടുക എന്ന് പറഞ്ഞാൽ എന്നോട് വരാൻ താല്പര്യമുണ്ടോ? ഏത് കാട്ടിലാണെങ്കിലും ഏത് സ്ഥലത്തും. ജോലി ഒരു നല്ല രീതിയിൽ പറഞ്ഞു, ദൈവം എന്നോടുകൂടെ സംസാരിച്ചാൽ ഞാൻ പൂർണ്ണമായിട്ട് വരും എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഈ ഞാൻ 10 വർഷത്തേക്ക് മനോരമയിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്യുന്ന സമയത്ത് ജോളിയാണ്. കാരണം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഞാൻ കൺവിൻസ്ഡാ ജോളിയോട് സംസാരിക്കണം. ജോലി പറഞ്ഞ സമയമായി, അച്ഛ പോകാൻ സമയമായി, അല്ലെങ്കിൽ ഞാൻ പൂർണ്ണ സമയം ജോലി ഉപേക്ഷിച്ച് ഇടപെട്ടു. ജോലിയുടെ ഹൃദയത്തിൽ ഇടപെട്ടു. പൂർണ്ണമായിട്ട് ജോലിയുടെ സപ്പോർട്ട് ഇപ്പോൾ ഫുൾ ടൈം ആയിട്ട് ഏകദേശം 9 വർഷമായി. 9 വർഷമായിട്ട് സൺഡേ സ്കൂളിന്റെ കിങ്ഡം കിഡ്സ് സൺഡേ സ്കൂളിന്റെ മോനെ ഡ്രംസ് പ്ലേ ചെയ്യുന്നുണ്ട്, ചർച്ചിലെ ഡ്രംസ് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ 12th എക്സാം ഇപ്പോൾ എഴുതിയിട്ട് ഇരിക്കുകയാണ്. മോളും കീബോർഡ്
കീബോർഡ് പ്ലേ ചെയ്യും. എൻ്റെ കൂടെ ഇവിടെ ഇങ്ങനെ ഹൗസ് ഓഫ് പ്രയർ മിനിസ്ട്രീസ് ഉണ്ട്. അപ്പോൾ അവൾ തന്നെ കീബോർഡ് വായിച്ച് പാടാനും ഒക്കെ ആയിട്ട് കഴിവൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു എൻ്റെ അതെ മാതാവിൻ്റെ കൂടെയാണ് ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായിട്ട് ഇവിടെ താമസിക്കുന്നു. കുടുംബമായിട്ട് എല്ലാവരും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. ഭയങ്കര സന്തോഷം. ശരിക്കും പറഞ്ഞാൽ അന്ന് അച്ചാന് വന്ന ആ ക്രൈസിസ് അത് ദൈവം മുമ്പേ പറഞ്ഞ പോലെ ചട്ടങ്ങൾ പഠിക്കാൻ കാരണമായി. ദൈവം ബാധ്യതകളെല്ലാം വീട്ടി ദൈവം നല്ലൊരു ഭവനം അല്ലേ, അന്ന് ആ വിറ്റതിന് ഏറ്റവും മനോഹരമായ ഒരു ഭവനം ദൈവം തന്നു. കുഞ്ഞുങ്ങളെ എല്ലാ തരത്തിലും ദൈവം മാനിച്ചു. ദൈവമക്കളെ, നമ്മളിപ്പോൾ പാസ്റ്റർ ജെറു ജേക്കബിൻ്റെ സാക്ഷ്യമാണ് കേട്ടത്. ആ തകർച്ചയുടെ നടുവിൽ ഒരു പക്ഷേ വേറൊരു അധ്യായമായിട്ട് വേണമെങ്കിൽ ഒരു ആത്മഹത്യ ചെയ്ത ഒരു കുടുംബം കടഭാരത്തിൽ എന്നൊക്കെ പറഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ് പത്രത്താളുകളിൽ തള്ളപ്പെടേണ്ട ഒരു വിഷയമാണ്. യേശുവിനെ അറിഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ അവരെ പിതാവും ഈ സത്യം അറിഞ്ഞു. പിതാവ് ഈ അടുത്തിടയിൽ നിത്യതയിലേക്ക് ചേർക്കപ്പെടേണ്ടി വന്നു. അവർക്ക് ദൈവം ആ ടൗണിൽ തന്നെ വീണ്ടും അവരെ ഇരട്ടിയായി യോബിന് കൊടുക്കുന്ന പോലെ എല്ലാം മാനിച്ചു. ആത്മീയമായി ഇന്ന് അദ്ദേഹം ആ പിതാവിൻ്റെ ആഗ്രഹം അദ്ദേഹം ഒരു വൈദിക പട്ടം അതിലൊക്കെ ശ്രേഷ്ഠകരമായിട്ട് തന്നെ ദൈവവചന ശുശ്രൂഷയിൽ ഒരു എസ്റ്റാബ്ലിഷ് ചർച്ചിൻ്റെ പാസ്റ്റർ എന്ന ലെവലിൽ അദ്ദേഹത്തെ ഉയർത്തി കുടുംബം ഒന്നിച്ച് നിൽക്കുന്നു. എല്ലാത്തിലും ദൈവം അനുഗ്രഹിച്ചു. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവരെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യണം. കാരണം തീർച്ചയായിട്ടും ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ധാരാളം പേരുണ്ട്. നമ്മൾ പത്രത്താളുകളിലെല്ലാം വായിക്കുന്നത് ജീവിതം വഴിമുട്ടി നിൽക്കുന്നവർക്ക് ഇത് വലിയൊരു അനുഗ്രഹമായിരിക്കും. തീർച്ചയായിട്ടും മണിക്കൂറുകൾ പോയത് അറിഞ്ഞില്ല. പാസ്റ്റർ ജെറു ഒത്തിരി നന്ദിയുണ്ട്. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും പ്രാർത്ഥനകൾ ഓർക്കാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.